നമസ്കാരം. ട്രംപിന്റെ താരിഫ് കാർഡ് കണ്ടുപഠിച്ച് ഇന്ത്യക്കുമേൽ ഓലപ്പാമ്പ് കാണിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മെക്സിക്കോ. സമ്മർദ്ദം ചെലുത്തി അമേരിക്ക ഇന്ത്യയെ വരുതിയിലാക്കാനായിരുന്നു ട്രംപിന്റെ ശ്രമം. എന്നാൽ ഈ ശ്രമങ്ങളെയെല്ലാം അമ്പെ പരാജയപ്പെട്ടിരുന്നു. ഇപ്പോ അതാ അമേരിക്കയെ കണ്ട് ഇന്ത്യക്കും നേർക്ക് ചൊറിയാനെത്തിയിരിക്കുകയാണ് മെക്സിക്കോ. എന്തായാലും മെക്സിക്കോയുടെ കാലം അത്ര നല്ലതല്ല. ഇന്ത്യക്കുമേൽ 50% നികുതി ചുമത്തിയിരിക്കുകയാണ് മെക്സിക്കോ. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കാണ് 50% വരെ നികുതി ചുമത്താൻ മെക്സിക്കോ അംഗീകാരം നൽകിയത്. ആഭ്യന്തര വ്യവസായത്തെയും ഉൽപാദകരെയും സംരക്ഷിക്കുന്നതിനായാണ് മറ്റു രാജ്യങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തുന്നു എന്നതാണ് വാദം. താരിഫുകൾ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. മെക്സിക്കൻ ദിനപത്രമായ എൽ യൂണിവേഴ്സൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോ പാർട്സ്, ലൈറ്റ് കാറുകൾ, വസ്ത്രങ്ങൾ, പ്ലാസ്റ്റിക്, സ്റ്റീൽ, വീട്ടുപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, തുണിത്തരങ്ങൾ, ഫർണിച്ചർ, പാദരക്ഷകൾ, തുകൽ വസ്ത്രങ്ങൾ, പേപ്പർ, കാർഡ്ബോർഡ്, മോട്ടോർ സൈക്കിൾ, അലുമിനിയം, ട്രെയിലറുകൾ, ഗ്ലാസ്, സോപ്പുകൾ, പെർഫ്യൂം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് മെക്സിക്കോ തീരുവ ചുമത്തിയിട്ടുണ്ട്. ഇന്ത്യ, ദക്ഷിണ കൊറിയ, ചൈന, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ മെക്സിക്കോയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാത്ത രാജ്യങ്ങളെ ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ മെക്സിക്കൻ സർക്കാർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് മിക്ക ഏഷ്യൻ രാജ്യങ്ങൾക്കും കനത്ത നികുതി ഭാരം ചുമത്തുന്നത്. അതേസമയം മെക്സിക്കൻ സർക്കാരിന്റെ നടപടിയെ ചൈന എതിർക്കുകയാണ്. എല്ലാ രൂപത്തിലുമുള്ള ഏകപക്ഷീയമായ താരിഫ് വർധനവിന്റെ എപ്പോഴും എതിർക്കുന്നുവെന്നും ചൈന വ്യക്തമാക്കുന്നു. കൂടാതെ ഏകപക്ഷീയമായ തെറ്റായ രീതികൾ എത്രയും വേഗം തിരുത്തണമെന്നും ചൈന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2024 മെക്സിക്കോ $130 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തത്. നിർദ്ദിഷ്ട താരിഫുകൾ $3.8 ബില്യൺ അതായത് ഏകദേശം 33,910 കോടി രൂപ അധിക വരുമാനം സൃഷ്ടിക്കുമെന്നാണ് മെക്സിക്കോ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ വ്യവസായത്തിന് കൂടുതൽ സംരക്ഷണം നൽകുവാനും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നുവെന്നാണ് മെക്സിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. എന്നാൽ US, മെക്സിക്കോ, കാനഡ അവലോകനത്തിന് മുന്നോടിയായി US-നെ പ്രീതിപ്പെടുത്തുന്നതിനാണ് ഈ താരിഫുകൾ വർദ്ധിപ്പിച്ചത് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മെക്സിക്കൻ താരിഫ് ഇന്ത്യയിലെ പ്രധാന കാർ കയറ്റുമതിക്കാരായ ഫോക്സ്വാൻ, ഹുണ്ടായി, നിസ്വാൻ, മാരുതി സുസുക്കി എന്നിവയിൽ നിന്നുമുള്ള $1 ബില്യൺ മൂല്യ കയറ്റുമതിയെ ബാധിക്കും. കാറുകളുടെ ഇറക്കുമതി തീരുവ 20% നിന്നും 50% തന്നെ ഉയരും. ദക്ഷിണാഫ്രിക്കയും സൗദി അറേബ്യയും കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കാർ കയറ്റുമതി വിപണിയാണ് മെക്സിക്കോ.